ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ പ്രധാനപ്പെട്ട മൊഡ്യൂളായ രസതന്ത്രത്തിൽ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനും ജോൺ ഡാൾട്ടൺ ആണ്. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യൻ ആരാണ്? കണാദൻ. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഭാരതീയ ഋഷിവര്യൻ കണാദനാണ്. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? കണാദൻ. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കണാദനാണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയതാരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിൻ്റെ മാതൃക ആദ്യമായി തയ്യാറാക്കിയത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? നീൽസ് ബോർ. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ക്വാണ്ടം തിയറി അടിസ്ഥാനമാക്കി ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ക്വാണ്ടം തിയറി അടിസ്ഥാനമാക്കി ആധുനിക ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ്. ആറ്റത്തിലെ 3 കണങ്ങൾ ഏതെല്ലാമാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിലെ 3 കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. മൗലിക കണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് എന്നാണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് എന്നാണ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ആറ്റത്തിൻ്റെ ഭാഗം ഏതാണ്? ന്യൂക്ലിയസ്. ആറ്റത്തിലെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ കാണുന്ന കണങ്ങളാണ് ന്യൂട്രോണും പ്രോട്ടോണും. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളാണ് ന്യൂട്രോണും പ്രോട്ടോണും. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ്? ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പ്രോട്ടോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഒരാറ്റത്തിലെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഏതാണ്? ഇലക്ട്രോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഇലക്ട്രോൺ ആണ്. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോൺ. അങ്ങനെ പറയാൻ കാരണം ഗ്രഹങ്ങൾ എപ്പോഴും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സൂര്യൻ അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മില്ലിഗൻ. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മില്ലിഗനാണ്. ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവമുണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഡി ബ്രോഗ്ലി. ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവമുണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡി ബ്രോഗ്ലിയാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്
അതിൻ്റെ ആറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് മാസ് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് അതിൻ്റെ മാസ് നമ്പർ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? ഫെർമി. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഫെർമി. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റുകൾ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ആ പാതയാണ് ഓർബിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആകൃതി വൃത്താകൃതിയാണ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകൾക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? KLMN. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളാണ് KLMN എന്നീ ഷെല്ലുകൾ. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിനൊരു സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യമാണ് 2n². ഇപ്പോൾ 2n² എന്ന് എഴുതുന്നത് എന്നിൻ്റെ മുകളിലാണ് ചെറിയ 2 വരേണ്ടത്. പക്ഷെ നമുക്ക് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ സ്ക്വയർ എന്ന് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ 2n² ആണ് ഈ ഓരോ സെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്ന സൂത്രവാക്യം 2n². n എന്ന് പറഞ്ഞാൽ ഷെല്ലുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിൻ്റെ K ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. ഒരു ആറ്റത്തിൻ്റെ K ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഒരു ആറ്റത്തിൻ്റെ L ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8. ഒരു ആറ്റത്തിൻ്റെ L ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. ഒരു ആറ്റത്തിൻ്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32ആണ്. അപ്പോൾ ഇതൊന്നുകൂടെ നോക്കാം. ഒരു ആറ്റത്തിൻ്റെ K ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. L ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. M ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32ആണ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓരോ ഷെല്ലിനുള്ളിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലകളാണ് സബ് ഷെല്ലുകൾ എന്നറിയപ്പെടുന്നത്. സബ് ഷെല്ലുകൾ അറിയപ്പെടുന്നത് SPDF എന്നീ പേരുകളിലാണ്. S സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. S സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. P സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. D സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. F സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 അപ്പോൾ ആദ്യത്തെ ഒന്ന് ശ്രദ്ധിക്കുക. S സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പിന്നീട് അങ്ങോട്ട് 4 വീതം കൂടിക്കൂടി പോകും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാം. P സബ് ഷെല്ലിൽ 6, D സബ് ഷെല്ലിൽ 10, Fൽ 14. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പ്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പ്. ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഫ്രെഡറിക് സോദി. ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് സോദിയാണ്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഹൈഡ്രജൻ്റെ ഏറ്റവും സാധാരണ ഐസോടോപ്പ് ഏതാണ്? പ്രോട്ടിയമാണ്. ഹൈഡ്രജൻ്റെ ഏറ്റവും സാധാരണ ഐസോടോപ്പ് പ്രോട്ടിയമാണ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് ട്രിഷിയം. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ് ട്രിഷിയം. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്? കാർബൺ 12 ആണ്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് കാർബൺ 12 ആണ്. ഫോസിലുകളുടെയും ജൈവവസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്? കാർബൺ 14. ഫോസിലുകളുടെയും ജൈവവസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പാണ്
കാർബൺ 14. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 14. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് കാർബൺ 14. മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? പൊട്ടാസ്യം 40. മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊട്ടാസ്യം 40. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? യുറേനിയം 235. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ് യുറേനിയം 235. ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? അയഡിൻ 131, കൊബാൾട്ട് 60. ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പുകളാണ് അയഡിൻ 131, കൊബാൾട്ട് 60. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക് നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോബാർ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ. ഐസോമറുകൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പോസിട്രോൺ കണ്ടുപിടിച്ചത് കാൾ ആൻഡേഴ്സൺ ആണ്. ആൻറ്റി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഒവൻ ചേംബർലൈനും എമിലിയോ സെഗ്രയുമാണ്. ആൻറ്റി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ബ്രൂസ് കോർക്കാണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മാതൃകയൊക്കെ കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃകയും ന്യൂക്ലിയർ മാതൃകയും കണ്ടുപിടിച്ചത് റൂദർഫോർഡാണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക, വാട്ടർമെലൻ മാതൃക, റൈസിൻ പുഡിംഗ് മാതൃകയൊക്കെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക, വാട്ടർമെലൻ മാതൃക, റൈസിൻ പുഡിംഗ് മാതൃകയൊക്കെ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ആറ്റത്തിൻ്റെ വേവ് മെക്കാനിക്സ് മാതൃക കണ്ടുപിടിച്ചത് ഇർവിൻ ഷ്രോഡിംഗറാണ്. ആറ്റത്തിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് ആണ്. ഏറ്റവും ലഘുവായ ആറ്റം ഏതാണ്? ഹൈഡ്രജൻ. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജനാണ്. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയമാണ്. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയവുമാണ്. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയവും ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയവുമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ഏതാണ്? ബെറിലിയം. ഏറ്റവും ചെറിയ ആറ്റമുള്ള ലോഹം ബെറിലിയമാണ്. ഏറ്റവും വലിയ ആറ്റമുള്ള ലോഹം റഡോണുമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.